പോസ്റ്റ്മോർട്ടം ജേണി എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളിടും പോസ്റ്റ്മോർട്ടം. Come on, sit. Hi, guys. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. ആ ഒരു പീരിയഡ്സ് എങ്ങനെയായിരുന്നു എനിക്ക് ഫുള്ളും എക്സ്പീരിയൻസ് ചെയ്തിരുന്നുണ്ടായിരുന്നത്? പീരിയഡ്സ് ആദ്യത്തെ ഒരു 3 മാസം ബുദ്ധിമുട്ടായിരിക്കും. ഹലോ ഗൈസ്. ഇതാ പറ ഹലോ ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ ചോദിക്കുന്നത്? അപ്പോൾ എത്ര കാലങ്ങൾക്ക് ശേഷമാണ് അൻസു ഒരു ഫുൾ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് അറിയാം. കുറേ കാലമായി നമ്മൾ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ദുബായിൽ കിസൈസിലൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ ചെയ്താൽ തോന്നുന്നു ഒരു വലിയ ലോങ് വീഡിയോ അല്ലേ? കുറേ വർഷമായി. വീണ്ടും പുതിയൊരു വീഡിയോ ചെയ്യാൻ പോവാണ്. ഇത് നമ്മള് പുണ്യുണ്ടായി അതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും ഒരു കാര്യം നമ്മൾ ഒന്നും വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ബർത്ത്ഡേയുടെ വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷെ അല്ലാണ്ട് നമ്മൾ ഇതാന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ഡെലിവറിയുടെ കാര്യങ്ങളോ അങ്ങനത്തെ എക്സ്പീരിയൻസോ ഒന്നും നമ്മൾ ഷെയർ ചെയ്തിട്ടില്ല. അപ്പൊ സാധാരണ എല്ലാവരും ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ജേണി എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളിടും പോസ്റ്റ്മോർട്ടം, അതായത് ആഫ്റ്റർ ഡെലിവറിയുടെ കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ അൻസുവിനോടാണ് പോസ്റ്റ്മോർട്ടം ജേണി എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കാൻ പോണത്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോവാം. ഇതില് എന്നെ സംബന്ധിച്ചിട്ടുണ്ട്, ഇസാനെ സംബന്ധിച്ചിട്ടുണ്ട്, എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ എന്താ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ആയിട്ട് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് ഞാൻ കാർഡ് കൊണ്ടുവന്ന് കാണിച്ചു തന്നല്ലോ. അപ്പൊ അൻസുവിനുണ്ടായ ഫീൽ എന്താന്ന് പറഞ്ഞു? ആക്ച്വലി ഒരു പ്രാവശ്യത്തെ അതിന് മുന്നത്തെ 2 മാസം ഇതേപോലെ ഡിലേ ആയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഓക്കെ ഫൈൻ. അത് അങ്ങനെ പോയി. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യാൻ മറന്നു. പ്ലാൻ തന്നെ ആയിരുന്നു, ബട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലേ ആയി. ഇത്ര ദിവസം കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഏർലി മോർണിംഗ് നോക്കണം, അങ്ങനെ എന്തോ സംഭവമില്ല. അങ്ങനെ നോക്കിയാൽ കറക്റ്റ് അറിയാൻ പറ്റും എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് നീ ഏർലി മോർണിംഗ്, ഞാനൊക്കെ ഉറങ്ങണ തന്നെ എപ്പോഴാ. അപ്പോൾ ഏർലി മോർണിംഗ് ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണിച്ചിട്ടാണല്ലോ കാണിക്കുന്നത്. അപ്പൊ ഒരു ഷോക്കിംഗ് ഉണ്ടായിരുന്നു, ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു, എല്ലാം അടിപൊളി ഹാപ്പി. ശരി, ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്ക്രീനിൽ കണ്ടപ്പോ ഉണ്ടായ ഒരു അനുഭവം, അല്ലെങ്കിൽ ആ ഹാർട്ട് ബീറ്റോട് കൂടിയിട്ട് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമല്ലോ. നമ്മളിവിടെ അനോമലി അല്ല, അത് ഞാൻ ചോദിക്കാം. അല്ലാണ്ട് അൻസുവിന് ഫസ്റ്റ് ആയിട്ട് ഹാർട്ട് ബീറ്റ് നമ്മൾ കേൾപ്പിച്ചു തരും ഡോക്ടർ. അപ്പൊ ഉണ്ടായിട്ടുള്ള ഒരു ഇത് അതൊന്ന് ലൈറ്റ് ആയിട്ട് നമുക്കൊരു ഷിവറിങ് ഒക്കെ വരൂലേ? നാട്ടിലുള്ളവർക്ക് അങ്ങനെ അറിയാൻ പറ്റില്ലല്ലോ. ചില ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്, പക്ഷെ സാധാരണ ഹോസ്പിറ്റലുള്ളവർക്കൊന്നും. നോർമലി ഇപ്പൊ നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലി, അവര് ഡോക്ടേഴ്സ് എന്താണോ പറയുന്നത് അത് തന്നെ ആയിരിക്കും ഇവര് അത് കേൾക്കുക. ഓക്കെ പ്രശ്നമൊന്നുമില്ല, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഡീപ്ലി ഏതാണ് എന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ കാണാനും മീൻസ് അവർ സ്ക്രീനിൽ കാണിച്ചു തരും. അത് എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഭയങ്കര ഒരു സംഭവമാണ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ അനോമലി സ്കാനിങ്ങിന്റെ എക്സ്പീരിയൻസ് എന്താന്ന് പറയാം? ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. അനോമലി സ്കാനിങ് 5th നമുക്ക് അനോമലി സ്കാനിങ് അത് 5th വരുമ്പോ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഒന്നാമത് അതിപ്പോ പറയണ്ട, അത് ഞാൻ ചോദിക്കാം. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു.
ബട്ട് അനോമലി സ്കാനിങ്ങിലാവുമ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് സ്കാനിങ്ങിൽ കാണിച്ചു തരുന്നത് ആ ഒരു ഡോട്ടിൽ ഇങ്ങനെ മിടിപ്പ് വരുന്നത് അങ്ങനെ അങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നു. ആ ആളല്ലേ 6th മന്ത് ആവുമ്പോൾ നമുക്ക് ഒരു ബേബിയുടെ ഒരു ലെവലിലേക്ക് എത്തല്ലേ ഒരു. അതിങ്ങനെ ഫുൾ ബേബി ആയിട്ട് ഇങ്ങനെ കാണിച്ചു ആ ഡോക്ടർ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോ അതൊരു വേറൊരു ഫീലാണ്. എക്സ്പ്ലനേഷൻ ഭയങ്കരമായിരുന്നു. ബട്ട് അത് നമുക്ക് കാണുമ്പോ കിട്ടുന്ന ഒരു ഫീല് ഭയങ്കര എന്താ അത് ഓരോരോ ഫീച്ചേഴ്സ് ആയിട്ട് ഡോക്ടേഴ്സ് ഡോക്ടർ പറയുമ്പോ ഉണ്ണിയുടെ കണ്ണ്, മൂക്ക്, ചുണ്ട് അത് നമുക്ക് കാണുന്നുണ്ട് എങ്കിൽ കൂടി അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു ഡോക്ടർ പറഞ്ഞു. അയാള് ഭയങ്കരമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഞാനത് എപ്പോഴും ഇങ്ങനെ നമ്മള് ഡെലിവറിക്ക് ഉള്ള സമയത്ത് പോലും ഞാൻ എപ്പോഴും അച്ഛനോട് പറയില്ലേ, ആ ഡോക്ടർ പറഞ്ഞത് ഉണ്ണീനെ നമ്മളെ കൈ കിട്ടിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ആ ഡോക്ടർ പറഞ്ഞത് എത്ര കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്ന്. നമുക്ക് ഐസാന്റെ കണ്ണൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ആ ടൈമിൽ പോലും നല്ല ഫിഷ് കട്ടിങ് പോലത്തെ നല്ല ഭംഗിയുള്ള കണ്ണായിരുന്നു ഉണ്ടായിരുന്നേ. അതുപോലെ നല്ല ഭംഗിയുള്ള ചുണ്ടാണ്, മൂക്ക് കാണാൻ നല്ല രസമാണ്. എല്ലാം നല്ലതായിട്ട് എക്സ്പീരിയൻസ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ബട്ട് അത് ഭയങ്കര ഒരു ഫീലാണ്. അത് നമുക്ക് ഇവിടെ ആയതുകൊണ്ടും കൺസീവ് ആയത് ഇവിടെ ആയതുകൊണ്ടും പിന്നെ നമ്മളൊരു 7th മന്ത് വരെ ഇവിടെ ആയതുകൊണ്ട് നമുക്കതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ആസ് എ ഫാദർ, ആസ് എ മദർ ഞങ്ങൾക്കതൊരു വലിയൊരു ഭാഗ്യമാണ്. എൻജോയ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇനി ഡെലിവറി കഴിഞ്ഞിട്ടില്ല. ആ ഒരു പീരിയഡ്സ് എങ്ങനെയായിരുന്നു അൻസു ഫുള്ളും എക്സ്പീരിയൻസ് ചെയ്തിരുന്നുണ്ടായിരുന്നത്? പീരിയഡ്സ് മീൻസ് പീരിയഡ്സ് വേറെ. ആ ഒരു കാലഘട്ടം അൻസു എങ്ങനെയാണ് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ ആദ്യത്തെ ഒരു 3 മാസം പറയും. ആദ്യത്തെ ഒരു 3 മാസം ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ശീലം. അന്ന് ആക്ച്വലി നമ്മള് അജ്മാനിലും ദുബായിലും ട്രാവലിങ്ങും റൂം ചേഞ്ചിങ്ങും എല്ലാം ഒരുമിച്ച് വന്നൊരു ഒരു ഭയങ്കര. ആ പേനയും കൊണ്ട് ചുമട്ട് പറയുന്നു. ഇതൊക്കെ തല്ലി വിട്ടുട്ടോ നീ. നോ 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 നോ. ഹായ് പറയും, ഹായ് പറയും, ഹായ് പറയും. മമ്മച്ചിനാരാ നോക്കണം? എന്നിട്ട് പറയും. അത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ആ ഒരു 3 months ഭയങ്കര ഒറ്റയ്ക്കുള്ള ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഫുഡ് കഴിക്കാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങള്. പിന്നെ അഞ്ച് ഓഫീസ് ടൈം ആണ്. അപ്പൊ നമ്മൾക്കൊരു കെയറിങ് തരാനും കാര്യങ്ങളൊക്കെ ഈവനിങ്ങിന് വരുമ്പോഴേ പറ്റുള്ളൂ. അത് അവിടേക്ക് തിങ്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു 3 മാസം സ്ട്രഗിൾ ഭയങ്കരമായിട്ട് ഫീൽ ആവും. അന്ന് ആ എൻഡ് ഓഫ് ഇയർ അല്ലേ ശരിക്കും? അത് ജനുവരി ഫെബ്രുവരി ആ ഒരു ടൈം ബിഗിനിങ് നമ്മൾ അജ്മാനിലേക്ക് താമസം മാറാൻ നിൽക്കുന്നതും ആ ഒരു ടൈം തന്നെയായിരുന്നു. ട്രാവലിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു 1.5 hour ട്രാവലിംഗ്. ഇവിടുന്ന് ഷാർജയിൽ നിന്ന് നമ്മള് ബസ് എടുത്തിട്ടാണ്. അങ്ങനെയാണ് ഞാൻ. ഹലോ, അത് അൻസുവിന്റെ സ്ട്രഗിളിങ്. ഞാൻ ചോദിച്ചത് പിന്നെ നമ്മുടെ പ്രഗ്നൻസിയുടെ കാര്യങ്ങളാണ്. അൻസുവിന് ഫുഡ് കിട്ടില്ലായിരുന്നു. കാരണം രാവിലെ നേരം എന്നിട്ട് നമുക്ക് അപ്പൊ അത് ഭയങ്കര ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ട്, ഫുഡ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട്, ഫിഷ് ഫ്രൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഛർദിക്കൽ പറഞ്ഞ വല്ലാതില്ല, പക്ഷെ ഗുളിക കഴിച്ചാൽ അപ്പൊ ടെർമിനേഷൻ എന്നുള്ളൊരു സംഭവം നമ്മൾ ഫേസ് ചെയ്ത് ട്രോമ ആയിരിക്കും നിങ്ങൾക്ക്. പക്ഷെ ഞങ്ങളെ തൊറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. ത്രൂ നമ്മൾ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രഗ്നൻ്റായി എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മളെ ആ ഒരു സിറ്റുവേഷനിൽ അതിനെ കുറിച്ച് അധികം നമ്മുടെ ഇതില് പറയണ്ട. നെഗറ്റീവ് അല്ല, ഇത് നമ്മള് പ്രഗ്നൻസിയുടെ സംബന്ധമായിട്ടുള്ളതാണല്ലോ ചോദിക്കണേ, ജോബിന്റെ സംബന്ധമായിട്ടുള്ളതല്ലല്ലോ. അതുകൊണ്ട് എന്നിട്ട് അനക്കം ഒക്കെ സംഭവിക്കാൻ തുടങ്ങിയപ്പോ അൻസുവിനുണ്ടായ ഫീലിങ്സ് പറയും.
അതേപോലെ തന്നെ ഇപ്പോഴും എങ്ങനെ കയ്യാക്കുക, എങ്ങനെ കാലാക്കുക, അങ്ങനെ അങ്ങനെ എങ്ങനെ എങ്ങനെ. അപ്പോ ഇവള് അതിൻ്റെ ഉള്ളിലും കുറുമ്പാണ്, ഇവിടെ ഇപ്പോഴും കുറുമ്പാണ്. അപ്പൊ അത് ഭയങ്കര ഒരു സംഭവമാണ് ആ ഒരു ഫീൽ. പിന്നെ അച്ഛന് ഓർമ്മയുണ്ടോ ഞാൻ ഇവിടുന്ന് പോണേന്റെ അന്ന് രാവിലെ ഇവിടെ നല്ല അനങ്ങിയത്? അത് എന്നും ഇല്ലാത്തൊരു ആക്ച്വലി ലാസ്റ്റ് ഒരു ടിക്കറ്റ് എടുത്ത് ഏർലി മോർണിംഗ് നമ്മൾ ദുബൈയിലായിരുന്നു, ജയശങ്കറായിരുന്നു. അവിടുന്ന് ഏർലി മോർണിംഗ് അല്ല ആഫ്റ്റർനൂൺ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് നമ്മൾ നൈറ്റ് തലേ ദിവസം തന്നെ പോയി. റൂം ഷിഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തലേ ദിവസം തന്നെ അങ്ങോട്ട് പോയി. അവിടുന്ന് ഉച്ചയ്ക്കാണ് ഒരു 10-11 മണിക്കാണ് നമ്മൾ ഇറങ്ങണേ, കാരണം അബുദാബിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. ബട്ട് അന്ന് നൈറ്റ് പുലർച്ചെ രാവിലെ നമ്മൾ എണീക്കുമ്പോ ഇസാന്റെ ചവിട്ട് കൊണ്ടുവരാനിരിക്കുന്നത്. കാരണം നമ്മൾ കിടക്കുമ്പോൾ ഉണ്ണി വയറും എൻ്റെ മേത്ത് തന്നെയാണല്ലോ അങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടാവുക, ഇങ്ങനെ മുട്ടിയിട്ടല്ലേ കിടക്കുക. അത്യാവശ്യം നല്ല വയറും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഇസാബി എക്സ്ട്രീം ലെവലിൽ ചവിട്ടായിരുന്നു. ചവിട്ടെന്ന് പറഞ്ഞാൽ നല്ല ചവിട്ടന്നെ ചവിട്ടിരുന്നു. അത് ആ ചവിട്ട് ഫീൽ ചെയ്തിട്ട് ആ ചവിട്ടിൻ്റെ കൂടുതലായിട്ടുള്ള ചവിട്ട് കിട്ടിയപ്പോഴാണ് നമ്മൾ എണീക്കുന്നത്. അപ്പൊ അപ്പോഴാണ് ഭയങ്കരമായിട്ട് ഇതായത്. കാരണം ലാസ്റ്റ് ഡേ അവൾക്ക് എന്നെ പിരിയുന്ന വിഷമായിരിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നാട്ടിൽ പോയപ്പോ ഒരു 2-3 മാസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ അൻസുവിന്. അപ്പൊ അൻസുവിനുണ്ടായ ഒരു ഇതുണ്ടായിരുന്നു ഫീലിങ്സ്, ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അൻസു പിന്നെയും ആ ഒരു ലോൺലെസ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് മാറി, ബാക്ക് ടു ലൈഫ്. അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പിന്നെ എല്ലാരും അവിടെ റൂമിലാണെങ്കിൽ അടിപൊളിയാണ്, എല്ലാരും നമ്മുടെ കൊളീഗ്സ് എല്ലാരും ഒരുമിച്ചുണ്ടാവും. അവിടെ അങ്ങനത്തെ ആ ഒരു ലോൺലെസ് ഒന്നും ഉണ്ടാവാറില്ല. അപ്പോ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് അടുത്തൊരു ലക്ഷ്യം എന്ന് വെച്ചാൽ ഉണ്ണിനെ കാണാം, ഉണ്ണി വരും, പിന്നെ നാട്ടിലേക്ക് പോവാം, അതൊക്കെയായിരുന്നു. ആക്ച്വലി നമ്മള് ജോലി മാറിയതിന് ശേഷം 1 year ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് മീൻസ് 1 month ലീവ് കിട്ടിയായിരുന്നു. കാരണം ഓൾറെഡി നമ്മള് 3 year കഴിഞ്ഞിട്ട് ആകെ 15 days 17 days അല്ലേ പോയുള്ളൂ. അപ്പൊ അങ്ങനെയായിരുന്നു. കുഴപ്പമില്ല. പിന്നെ എന്തായാലും 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. മീൻസ് ഉണ്ണിനെ കാണാം, ഡെലിവറി ടൈം. അപ്പൊ നമുക്ക് ടൈമുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബാക്കി കാര്യങ്ങളും സെറ്റ് ചെയ്യണം. ഫിനാൻഷ്യലി ഒന്ന് പവറായില്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും വരുന്നതല്ലേ. പിന്നെ നമ്മൾ ഉണ്ണിക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അൻസൂനുണ്ടായ ആ ഒരു ഇതുണ്ടായിരുന്നു. ഉണ്ണി വരാൻ പോകുന്നുള്ളൂ, പക്ഷെ അൻസൂന് മുന്നേ വാങ്ങിച്ചിട്ടുള്ളത് ബോയ് ബേബിക്ക്, അതായത് മാസിനൊക്കെ വാങ്ങിച്ചിട്ടുള്ള പോലത്തെ മേടിക്കുമ്പോ മൊത്തം നമുക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ മനസ്സിൽ ഈ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നുള്ളത് ഒരു അത് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള ഒരു തോട്ട്സ് ആൺകുട്ടി തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. പക്ഷെ ഇത് നമുക്ക് ഓൾറെഡി അറിയാം പെൺകുട്ടിയാണ് എന്നുള്ളത്. അപ്പോ സ്കാനിങ് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോഴും നമ്മള് ഇന്ന ആള് വേണം ഇന്ന വേണ്ട. പക്ഷെ ഞാൻ തമാശ കൂടെ അങ്ങനെ മെസ്സി ഇലിയോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ നമുക്ക് എന്താണെങ്കിലും എന്തെല്ലാം ഓക്കെ ആണ് എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോ പിന്നെ നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു വലിയൊരു എക്സൈറ്റ്മെന്റ് ഇല്ല. നമുക്ക് അറിയാം. അല്ല, എന്നാലും സ്വന്തമായിട്ടൊരു ഇതുണ്ടാവും. അതിന് വാങ്ങിക്കുമ്പോൾ ഒരു ആ ഒരു ഇതുണ്ടായിരുന്നു. അത് വേറൊരു ഫീലല്ലേ, ഭയങ്കര ഒരു ഫീലാണ്. അപ്പൊ എന്താ അത് അതിന് മെച്ചുവേർഡ് എന്നാണോ വിളിക്കുക, തന്ത വൈബ് എന്നാണോ വിളിക്കുക, ഒരു ചിലപ്പോൾ ഒരു വൈബ് തന്താന്ന് പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. കാരണം നമ്മുടെ ഉണ്ണിക്കല്ലേ മേടിക്കുന്നത് എല്ലാ സാധനങ്ങളും. ഉണ്ണിക്കുള്ളത് മേടിക്കുമ്പോഴാണെങ്കിലും പിന്നെ അതേപോലെ തന്നെ അത് ഭയങ്കര ഒരു ഫീലാണ്, ഒരു പ്രൗഡ് മൊമെന്റ് അല്ലേ. ജെൻഡർ റിവീൽ ചെയ്തപ്പോ ഉണ്ടായത് എന്തായിരുന്നു? ഞാൻ ആക്ച്വലി ഫുട്ബോൾ പ്രാന്തനും മെസ്സി പ്രാന്തനും മറ്റേ ഉണ്ണി വയറ്റിലുള്ളപ്പോഴും നമ്മള് ലിയോ മെസ്സി 3 മാസം വരെ അൻസു അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അൻസുന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണെങ്കിലും അൻസുന് ഓക്കെ ആണ്, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. നിന്നെ പ്രാന്താക്കാൻ വേണ്ടി മെസ്സി ട്വിൻസ് മതി, ട്വിൻസ് അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷെ അത് നമുക്ക് ഫസ്റ്റ് തന്നെ ഡോക്ടർ പറയും, ട്വിൻസ് ആണെങ്കിൽ ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ പറയായിരുന്നു. പക്ഷെ ട്വിൻസ് അല്ലാന്ന് അറിയാം. പിന്നെ
നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഉണ്ണിനെ ശരിക്കും കാണാൻ തന്നെ പറ്റി. നമുക്കൊരു ഫേസിന്റെ തന്നെ എല്ലാ ഭാഗവും കറക്റ്റ് അത്രയും ഡീപ്ലി അവര് നമുക്ക് കാണിച്ചു തരും. നമ്മളടുത്ത് ഫസ്റ്റ് തന്നെ എന്ത് ബേബിയാ വേണ്ടതാണ് ഡോക്ടർ ചോദിച്ചത്. അപ്പൊ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല, നമ്മൾ രണ്ടാളും അങ്ങനെ പറഞ്ഞത്. പക്ഷെ നീ അപ്പൊ പറഞ്ഞ ഹസ്ബൻഡിന് ആൺകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട് എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. പക്ഷെ നമ്മള് രണ്ടാളും ബേബി ഗേളാന്ന് പറഞ്ഞപ്പോ നമ്മൾ രണ്ടാളും അൽഹംദുലില്ലാ മാഷാ അല്ലാ എന്നേ പറഞ്ഞത്, വേറെ ഒന്നും നമ്മൾ പറഞ്ഞില്ല. അങ്ങനെയാണ് ഉണ്ടായത്. ഫീലാണ്. ഓക്കെ. എന്നിട്ട് ഇനി അൻസു അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നിട്ട് പിന്നെ ഡെലിവറിയുടെ എക്സ്പീരിയൻസ് എന്താണ് അൻസു? ഡെലിവറി സമയത്ത് ഉണ്ടായ ആ ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ ആ ഒരു ട്രോമ, അതിനെ കുറിച്ച്. പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടാണെങ്കിലും നിനക്ക് ആ ഒരു ട്രോമയൊക്കെ ആണെങ്കിൽ എനിക്ക് വേറൊരു ട്രോമയായിരുന്നു. കാരണം എന്റെ ലൈഫിൽ ഇങ്ങനെ തല്ലിക്കൊന്നാൻ മാറാത്തൊരു ചുമയും കഫക്കെട്ടും പനിയും ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ അവിടെ വന്നു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവൾക്കാണെങ്കിൽ ഒരു 3 മാസം ഫ്രസ്ട്രേഷൻ തന്നെയായിരുന്നു. കാരണം പുറത്ത് അങ്ങോട്ട് പോകാനും പറ്റാത്തത് നോക്കപ്പാടെ അൻസുവിന്റെ കൂടെ ഉണ്ടാവുന്ന ഒരു ഫീലും അല്ലാതെ ഫാമിലിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫീൽ അത് വേറെയാണ്. എല്ലാ ഭാര്യമാർക്കും അങ്ങനെ തന്നെയാണ്. അത് വീട്ടിൽ നിന്ന് പറയുന്നതാണെങ്കിലും പുറത്തേക്ക് പോകണ്ട, കെയറിങ്ങിന്റെ പേരിലാണ് അത് എല്ലാരും. പക്ഷെ നമ്മൾ ഒരുമിച്ച് ഉണ്ടായിരുന്നപ്പോ നമുക്ക് ഇഷ്ടത്തിന് നമ്മൾ പോകുന്നു വരുന്നു അങ്ങനത്തെ. അതും നമ്മളൊരു ഫാമിലിയിൽ ഒരുമിച്ചുള്ളപ്പോഴും അത് രണ്ട് ഡിഫറെന്റ് ആയിരുന്നല്ലോ. അപ്പോ ഞാൻ വന്നപ്പോ ആ സ്വാതന്ത്ര്യം നമ്മൾ രണ്ടുപേരും മുതലെടുത്തു. നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് പോക്കും. മീൻസ് കാറിൽ തന്നെ പോകുന്നേ. പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നോ? ചൂടല്ല, മഴ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു ടൈം ആയിരുന്നു. അത്ര ചൂടുണ്ടായിരുന്നു. ചേഞ്ചിന്റെ പ്രശ്നം ഭയങ്കരമായിരുന്നു. കാരണം ഹ്യൂമിഡിറ്റി ചൂടാണ്. അപ്പോ എന്നിട്ടല്ലേ അല്ലല്ല, അത് പിന്നെ പ്രാവശ്യം. എന്നിട്ട് അത് ചൂടും ഹ്യൂമിഡിറ്റിയും ഒക്കെ പാടായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോഴേക്കും നീർക്കെട്ട്, ജലദോഷം, കഫക്കെട്ട്, പനി പിടിച്ചായിരുന്നു. എനിക്ക് പനി പോലെ പനി ഫസ്റ്റ് വന്നു. പനി 2-3 ദിവസം ഉണ്ടായി. അതല്ല എനിക്ക് കിട്ടിയത്. കഫക്കെട്ടും. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഉണ്ണിയും കൂടെ ഉള്ളതാണ്. മീൻസ് ഡെലിവറി ടൈം എന്റാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം 1 വീക്കിനുള്ളിൽ ഡെലിവറി ആണ്. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു മാറി കിടന്നോ, അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അപ്പൊ ഉപ്പമ്മയും പറഞ്ഞു നീ റൂമിലേ കിടക്കണ്ട, ഇങ്ങോട്ട് മാറി കിടന്നു. അപ്പൊ ഞാൻ നിലത്തും നീ മേലെയാണ് കിടന്നേ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അല്ല, നമ്മുടെ ഓവർ കോൺഫിഡൻസ് എന്ന് തന്നെ അതിന് പറയാം. അത് കാരണം ആ കഫക്കെട്ട് എനിക്ക് തല്ലിക്കൊന്നാൻ മാറാത്ത ആ കഫക്കെട്ട് നിനക്കും പിടിച്ചു. ലാസ്റ്റ് എന്ത് മരുന്ന് ചെയ്തിട്ടും മാറാത്ത അവസ്ഥയായി. പനി വന്നു, നിനക്ക് ചുമ വന്നു. അതുകൊണ്ട് നമ്മുടെ ഡെലിവറി നോർമൽ അല്ലാണ്ട് ആവേണ്ടി വന്നു. നോർമൽ ആവേണ്ട ഡെലിവറി ലാസ്റ്റ് അല്ല, അത് നോർമൽ ആവേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമിങ് ഡേറ്റ് അവർ തന്ന ഡേറ്റിനല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കാരണം കൂടെ നമ്മുടെ മനസ്സിലുണ്ട്. ബിക്കോസ് നമുക്ക് ഇവിടുന്ന് ഡോക്ടർ തന്ന ടൈം എന്ന് പറയുന്നത് സെപ്റ്റംബർ 11 ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ അത് ഓഗസ്റ്റ് 23 ആ ഒരു ടൈമിലാവും പറഞ്ഞു. അത് സ്ട്രഗിൾ എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. ഹോസ്പിറ്റലിന്റെ ഒരു സംഭവം തന്നെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. എനിക്ക് പനി വന്നത് ഓക്കെ, അത് നമ്മുടെ ഒരു ഇതുകൊണ്ട് തന്നെയാണ്, കെയർലെസ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഉണ്ടായത്. പനിയുടെ പേര് പറഞ്ഞിട്ട് അവര് നമ്മുടെ കുറെ നല്ല പിഴിഞ്ഞായിരുന്നു. അതിന് പുറമെ ഞാന് വെക്കേഷൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടും എനിക്കാണെങ്കിൽ ഒടുക്കത്തെ പനി മാറുന്നേ ഉണ്ടാവാത്ത അങ്ങനത്തെ ഒരു പനി കൂടാൻ വല്ല മരുന്ന് ഒരു വെച്ചിട്ടുണ്ടോന്ന് പോലും എനിക്ക് സംശയമായി തോന്നിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് കൊണ്ട്. സത്യമായിട്ട് അതെ. അവിടുത്തെ ഹോസ്പിറ്റൽ ഭയങ്കര കെയറിംഗ് ഒന്നും വലിയ ഫ്ലോപ്പ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. നോർമൽ ഡെലിവറി ശരി നമ്മുടെ ഭാഗത്ത് ഉണ്ടെങ്കിലും നോർമൽ ഡെലിവറിയെക്കാട്ടിലും പ്രിഫർ ചെയ്യുന്നത് അവര് സിസേറിയൻ ആണ്. വാട്ടെവർ അവര് അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉണ്ടായിരുന്നു. എന്നാ പക്ഷെ അൻസിറൊക്കെ അവിടെ നോർമൽ ഡെലിവറി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അവര് ഹസ്ബൻഡിന്റെ ഒരു ഇതും കൂടെ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. തോന്നുന്നല്ല, നമുക്ക് മനസ്സിലായത് ഫൈനാൻഷ്യൽ സംഭവങ്ങൾ മനസ്സിലായത് പറ്റിപ്പിന്റെ പറ്റിപ്പെന്നല്ല, ഓൾമോസ്റ്റ് അത് അങ്ങനത്തെ രീതിയിലേക്ക് അവർ എത്തിക്കും. ഇനിയിപ്പോ അഥവാ പനി എല്ലാ ഹോസ്പിറ്റലൊക്കെ അങ്ങനത്തെ തന്നെ. മെഡിക്കലൊക്കെ നമുക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് മനസ്സിലായി. നമ്മളെ ആളെയും തരവും വെച്ചിട്ട്
ഹോസ്പിറ്റലിൽ നല്ല അപ്പൊ നമുക്കാണെങ്കിൽ ആ സിറ്റുവേഷനിൽ തന്നെ ഈ പനിയും കൂടെ വന്നപ്പോ അത് അവര് നല്ല രീതിക്ക് മുതലും കൂടെ എടുത്തു എന്ന് മാത്രം. അത്രേ ഉള്ളൂ. ഓക്കെ, അതൊരു ഇത് നമ്മുടെ സംഭവിക്കാനുള്ള സംഭവിച്ചു. അത് തന്നെ. പിന്നെ ഓക്കെ, നെക്സ്റ്റ് ഇസാനെ കയ്യിൽ കിട്ടിയപ്പോൾ ഉണ്ടായ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഉള്ള ഒരു എല്ലാവരുടെ ഒരു ഇമോഷൻസ് എന്തായിരുന്നു? ഇമോഷൻസിന് മുന്നൊരു കാര്യം പറയാം. ഡെലിവറിക്ക് അകത്തോട്ട് കയറ്റി പെയിൻ വരുന്നുണ്ട്, അത് മരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നോർമലാക്കാൻ പരമാവധി ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഒരു ഓൾമോസ്റ്റ് 2-3 hour നമ്മൾ വെയിറ്റ് ചെയ്തു. പെയിൻ വരുന്നുണ്ട് ബട്ട് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡോക്ടർ നിന്നാണ്. പിന്നെ സഡൻലി ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഫീവർ കൂടുന്നുണ്ട്, ചുമ ഉണ്ട്, അപ്പോൾ അത് ഡേഞ്ചർ ആവും എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ച് നിന്നെ കൺവീൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. എൻ്റെ പൊന്നെ, അതൊരു വല്ലാത്തൊരു സീനായിരുന്നു ആക്ച്വലി. നീ ആകെ പേടിച്ച് അലമ്പായി, ആകെ കരഞ്ഞ് എന്നിട്ട് പേടിയെന്നല്ല, അത് ആക്ച്വലി ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഇതാക്കി വെച്ചിരിക്കുന്നത് എനിക്ക് നോർമൽ ഡെലിവറി ആണ് എന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഇതാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ അതാണ് എൻ്റെ മൈൻഡിൽ ഫുള്ള് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ എന്തൊക്കെ വന്നാലും. കാരണം ആ ഡോക്ടർ ഓപ്പണായിട്ട് പറയാം, ആ ഡോക്ടർ 30 ആയി എനിക്ക് 29, എന്റെ ഏജ് 29 പറഞ്ഞിട്ട് അവർക്ക് ഒരു വയസ്സും കൂടെ കൂടിയിട്ട് 30 ആയി. അപ്പൊ അത് ഡേഞ്ചർ ആണ്. 30+ ആയ ആൾക്കാർ എന്താ ഡെലിവറി കഴിയാറില്ലേ? 30 കഴിഞ്ഞ് 35 കഴിഞ്ഞൊരു ഡെലിവറി കഴിയാറുണ്ട്. അതൊക്കെയാണ് എനിക്ക് ആ ഹോസ്പിറ്റലിനോട് ഹോസ്പിറ്റാലിറ്റി ഭയങ്കര മോശമായിരുന്നു. അപ്പോ അതിന് മുന്നായിട്ട് നിന്നെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് അവരൊരു അല്ല, ഞാനത് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ ബ്രേക്കായി. ബ്രോക്കായി, ഉടഞ്ഞു സത്യം പറഞ്ഞ. പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഇതുമില്ല. പിന്നെ എനിക്ക് എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഒന്നില്ലെങ്കിൽ അൻസുനെ കാണണം, അല്ലെങ്കിൽ മമ്മീനെ കാണണം. ആ ഒരു ഇതാണ് എൻ്റെ മനസ്സിലുള്ളത് മൊത്തം. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ കാണണം എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഓക്കെ അങ്ങനെ പൊക്കോന്ന് പറഞ്ഞു. പിന്നെ അൻസുനെ കണ്ട ഒബ്വിയസ്ലി എനിക്ക് എന്തായാലും പൊട്ടുമല്ലോ. അതാണ് അപ്പം ഉണ്ടായ ഒരു ഫീലിങ്സ്. പിന്നെ അങ്ങനെ അവര് നമ്മള് സി-സെക്ഷൻ ചെയ്തു. 10-20 മിനിറ്റിനുള്ളിൽ പരിപാടി കഴിഞ്ഞ് കുട്ടീനെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചതാണ്. ഞാൻ മരിച്ചു കാരണം അമ്മാതിരി, അതായത് സി-സെക്ഷൻ ചെയ്യുമ്പോഴല്ലാതെ എനിക്ക് പെട്ടെന്ന് ശ്വാസം മുട്ട് വന്നു. അതിൻ്റെ ഇടയിൽ ഷിവറിങ് പോലെ ആയി. അവര് മറ്റേ സംഭവം മാസ്ക് ഒക്കെ വെച്ചു എനിക്ക്. ഞാൻ മരിച്ചു. എൻ്റെ പരിപാടി കഴിഞ്ഞു തന്നെ ഞാൻ വിചാരിച്ചത്. അങ്ങനെയാണ് ഉണ്ടായത്. എന്നിട്ട് പറ, കുട്ടീനെ കൊണ്ടു തന്നപ്പോ ഉണ്ടായ ഒരു വികാരം. കുട്ടീനെ കൊണ്ടുവന്നു, അപ്പൊ പെൺകുട്ടിയാന്ന് പറഞ്ഞപ്പോ എല്ലാവരുടെയും മുഖത്ത് പെൺകുട്ടിയാന്നൊക്കെ ഞങ്ങൾക്കറിയാം. നീ ഒന്നും മാറി. അപ്പൊ അവൾക്ക് വല്ലാത്തൊരു സ്നേഹമായിരിക്കും. നമ്മുടെ എക്സ്പ്രഷൻ കാണാൻ അവർക്കും വരാം. ഒരു മിനിറ്റ്, ഇതൊന്ന് എടുത്തു കഴിഞ്ഞിട്ട് വരും. അൻസ് നേരത്തെ കൊണ്ടുവന്ന ചോക്ലേറ്റ് എവിടെ? അത് കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ കുട്ടീനെ കൊണ്ടു തരുമ്പോ അവര് സ്വാഭാവികമായിട്ടും നമ്മളത് മറ്റേ സലികുമാർ മറ്റേ സ്പ്രേ അടിച്ചിട്ട് പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ എക്സ്പ്രഷന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നത്. ഞങ്ങള് എക്സ്പ്രഷൻ. പിന്നെ ഒന്നാമത് ഉമ്മ മേടിച്ചു. പിന്നെ ഉപ്പ നമ്മള് ചെയ്യുന്ന ചടങ്ങുകളൊക്കെ ചെയ്തു. പിന്നെ അപ്പോഴും ഞാൻ വീട് തൊട്ടില്ല. ഞാൻ അപ്പോഴും ഭയങ്കരമായിട്ട് കഫക്കെട്ടായിരുന്നു, ഭയങ്കരമായിട്ട് ചുമയും. ഇൻഫെക്ഷൻ അടിച്ചാലോ എന്ന് വെച്ചിട്ട് ഉണ്ണീനെ തൊടാനായിട്ട് അങ്ങനെ ഇതായില്ല. അങ്ങനെ അടുത്തുനിന്ന് നോക്കുക മാത്രമേ ചെയ്തോളൂ. അതെനിക്ക് ഭയങ്കര വിഷമമുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. സമ്മതിച്ചില്ല, നിന്റെ വിഷമവും സെന്റിമെന്റ്സും കാരണം തന്നെയാണ് നിനക്ക് വലിയ ഇതൊക്കെ കിട്ടിയത്. അതൊരു കാര്യം അവരാദ്യം പറഞ്ഞായിരുന്നു, അത് കെയർ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ അത് സെന്റിമെന്റലി കുറച്ച് ഇത് കൂടുതലായതുകൊണ്ടാണ് ഒന്നും കൂടെ എല്ലാം വന്നത്. അപ്പോ പക്ഷെ ഞാൻ ഉമ്മ കൊടുത്തു കേട്ടോ, നൈസിൽ ഒരു ഉമ്മ കൊടുത്തു നെറ്റിയില്. പിന്നെ അത് കഴിഞ്ഞ് ഉണ്ണിനെ അകത്തോട് കൊണ്ടായി. പക്ഷെ എന്താ പറയാ, എനിക്ക് അതിന്റെ ഉള്ളിൽ ചെന്നപ്പോ എനിക്ക് ബോധം വന്നല്ലോ. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് അത്ര പെയിൻ തോന്നില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ തരിപ്പ് വിട്ടിട്ടില്ല. അതിനുശേഷം നമ്മള്
എന്നോട് പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അൻസുവിനെ കൂടെ കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അൻസു കയറി വന്നത്. അൻസു അപ്പം മരുന്ന് വാങ്ങിക്കാനോ എന്തോ മെഡിസിന്റെ ബില്ല് അടയ്ക്കാൻ പോയിക്കാനോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. ബില്ല് അതിന്റെ ഇടയിൽ കൂടെ ഓരോന്ന് തിരിച്ചറിയ ബില്ലുകളും തരും. നമ്മളെ പറഞ്ഞു വിടും. എന്നിട്ട് നമ്മളിതൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് നിന്നെ കാണാൻ വരാൻ ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. എന്നിട്ട് പിന്നെ അൻസു വന്നു. അപ്പോഴാണ് എനിക്കൊരു ആശ്വാസം ആയത്. പിന്നെ ഉണ്ണീനെ എനിക്ക് അപ്പം തന്നെ കാണിച്ചു തന്നു. എന്നിട്ട് ഇതാ പെൺകുട്ടിയാന്ന് പറഞ്ഞപ്പോ നിനക്ക് ഓൾറെഡി പെൺകുട്ടിയാന്ന് അറിയാലോ എന്നാണ് ആ ഡോക്ടർ എന്നോട് പറഞ്ഞത്. എന്നിട്ട് പിന്നെ എന്നെ കൊണ്ട് ഉമ്മയൊക്കെ വെപ്പിച്ചിട്ട് അങ്ങനെ ഇതാക്കാൻ ചെയ്തത്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉണ്ണിക്ക് പേര് കണ്ടുപിടിച്ചത് ആരാ? നമ്മുടെ സർട്ടിഫിക്കറ്റിൽ പേര് കൊടുത്തത് എന്താണ്, എങ്ങനെയാണ് അത് പറ. മറിയ അൻസുന എന്തായാലും വേണമെന്നുണ്ടായിരുന്നു. ഇസാന്നുള്ളത് അപ്പൊ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് 2-3 പേരുകൾ ഉണ്ടായിരുന്നു. അതൊന്നൊരു പേര് ഇസാന്ന് അങ്ങോട്ട് ഇട്ടു. അല്ലാണ്ട് നമ്മൾ അങ്ങനെ പേര് ഒരു പേര് സെലക്റ്റീവ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. മറിയം എന്ന് വേണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. ഇസ മറിയം അൻസാർ അങ്ങനെ ഇട്ടു. എങ്കിൽ കൂടി ഇസ എന്നുള്ളത് മലയാളത്തിൽ ഇസ, അങ്ങനെ ഇസ മറിയം നമ്മള് പേരിട്ടു. അതാണ് ഉണ്ടായത്. ഓക്കെ, പിന്നെ പ്രഗ്നൻസി ടൈമല്ലേ ഉണ്ണി ആരുടെ പോലെ ഉണ്ടാവണം എന്ന് അൻസു ആഗ്രഹിച്ചിരുന്നു. ഫേസൊക്കെ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് എല്ലാവരെയും പോലെ ഉണ്ടാവണം, പിന്നെ അൻസുവിന്റെ പോലെ ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ആരുടെയും പോലെ അല്ല, ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ളൊരു ഞങ്ങളുടെ 2 പേരുടെ ഒരു ഫേസ് കട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഫീച്ചേഴ്സ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞാനല്ല ഒറ്റയടിക്ക് നോക്കുമ്പോ ഇപ്പൊ ഇത് അൻസാറിന്റെ ആണ് അല്ലെങ്കിൽ എന്റെ ആണെന്ന് പറയാൻ അങ്ങനെയല്ല. ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പൊ നെഗാണെങ്കിലും അല്ലെങ്കിൽ വിരലുകളും മുടി അതൊക്കെ നമുക്ക് ഓക്കെ എന്നാ പറയാ. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അതങ്ങനെയാണ് അതിന്റെ കാര്യം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓക്കെ ഡെലിവറി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്കൊക്കെ ചെന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും അൻസുവിന് തിരിച്ചു പോകേണ്ട സമയമായി. അങ്ങനെ അൻസു അവളെ നിന്നും മാറി നിൽക്കാൻ തുടങ്ങി. നമ്മള് ഓക്കെ പ്രസവരക്ഷയ്ക്ക് കാര്യങ്ങൾക്കൊക്കെ പോയി. അതിനുശേഷം അൻസു തിരിച്ചു നാട്ടിലേക്ക് ഇങ്ങോട്ട് വന്നല്ലോ. അതിനുശേഷം ഇസാന മാറി നിന്നപ്പോ ഉണ്ടായിരുന്ന അൻസുവിന്റെ ഒരു ഫീലിങ്സ്. എനിക്കതിനെ പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഉണ്ണി വന്നിട്ട് ആകെ കുറച്ച് ദിവസമല്ലായിരുന്നു. നമ്മളൊരു അറ്റാച്ച്മെന്റ് ആയിട്ടില്ലല്ലോ. വലിയൊരു സങ്കടം എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ഫീൽ ഒന്നും ആയില്ല. ബട്ട് എങ്കിൽ കൂടി പിന്നെ ഡേ ബൈ ഡേ നമുക്ക് അത് കൂടി വരും, ആ ഒരു മിസ്സിങ് കൂടി വരും. അത് പിന്നെ നിങ്ങള് ഇങ്ങോട്ട് എത്തണ അല്ല അടുത്ത ഞാൻ അങ്ങോട്ട് വരുന്ന വെക്കേഷന് വരുന്ന ആ ഒരു ഇതുവരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഉണ്ണിനെ ഡെയിലി കണ്ടില്ലെങ്കിൽ പ്രശ്നമായിരുന്നു. അതൊക്കെ ഒരു എന്താ പറയാ, അതൊക്കെ ഒരു വല്ലാത്തൊരു ജേണി. ഓക്കെ, പിന്നെ അൻസുവിന്റെ ഫോൺ കോളൊക്കെ ചെയ്യുമ്പോൾ, വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ അവൾ അൻസുവിനേക്ക് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയില്ലേ? അതായത് മുഖത്ത് നോക്കും, റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ തൊട്ടിട്ടുള്ള അൻസുവിന്റെ ഫീലിങ്സ് എന്തായിരുന്നു? നമ്മളെ കാണുമ്പോ ചിരിക്കുക, നമ്മുടെ ഓൺ പ്രോഡക്റ്റ് അല്ലേ. അത് ഭയങ്കര ഒരു ഫീലാണ്. നമ്മളെ കാണുമ്പോൾ റിയാക്ട് ചെയ്യുന്നതും നമ്മളടുത്ത് ചിരിക്കുന്നതും ഒച്ച ഉണ്ടാക്കുകയും. പാട്ട് പാടി കൊടുക്കുമ്പോ ഞാൻ പാട്ട് പാടി കൊടുക്കുമ്പോൾ ഇവര് കേട്ട് ചിരിക്കുകയും കഴിക്കും എന്നാ പറഞ്ഞ അതൊക്കെയാണ് ഫീലിങ്സ്. ഓക്കെ, ഇനിയിപ്പോ ഇസാനില് അൻസുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താ? ചിരി. ഭയങ്കരമായിട്ട് കുണിയും. നമ്മള് ചൂടായ നമ്മള് ചൂടായ അവള് കരയില്ല. എങ്ങനെ പപ്പച്ചീനെ എങ്ങനെ വിളിക്കാം? ഇങ്ങനെ താടിയിൽ പിടിക്കും. പപ്പച്ചി ലവ് യു. അവളുടെ ചിരി എല്ലാം സ്പെഷ്യലാണ്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. അവരുടെ മക്കളുടെ കാര്യങ്ങൾ എല്ലാവർക്കും സ്പെഷ്യൽ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ അത് മാത്രല്ല,
നമ്മുടെ കുടുംബത്തിൽ ആ ടൈമില് അൻഷിക്ക് 2 ആൺമക്കള്, എല്ലാവർക്കും ആൺമക്കളായിരുന്നു. വേറെ 2 കസിൻസിനും 2 ആൺമക്കള്. ദീദി ഒന്ന് സംസാരിക്കാൻ സമയം കൊടുക്കടി. പിന്നെ സാധാരണ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി അങ്ങനെ വരല്ലേ. ഇത് കുറച്ചായിട്ട് ഒരു 2-3 വർഷമായിട്ട് അങ്ങനത്തെ ഒരു സോണിലെ പോയിക്കൊണ്ടിരുന്നെ ഡബിൾ ആൺകുട്ടിയെ. മതി പിന്നെ അതങ്ങോട്ട് നമ്മൾ മാറ്റി കുറിച്ച് ചരിത്രം മാറ്റി കുറിച്ച് ആദ്യം തുടങ്ങിട്ടു ഞാൻ പെൺകുട്ടി. അതിനുശേഷം പൻസിക്ക് ഒരു പെൺകുട്ടി, അതുപോലെ ഷാനമോൾക്ക് ഒരു പെൺകുട്ടി, അങ്ങനെ ഫുള്ള് പെൺകുട്ടികളുടെ ഇനി കഴിഞ്ഞിട്ടാണല്ലോ ഷാനമോൾക്ക് കസിന് പെൺകുട്ടിയായി. അപ്പൊ പെൺകുട്ടികളുടെ തുടക്കം വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൊരു. അപ്പൊ ഒരു ഇസ വന്നു, ഒരു നെസ വന്നു, ഒരു ഹയ വന്നു. സോ അങ്ങനെ 3 പെൺപിള്ളാര് കുടുംബത്തിൽ. ഇസാന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അത്ര വലുതൊന്നും ആയിട്ടില്ല, എന്നാലും ഫുൾ പോസിറ്റീവാ ഞങ്ങള്. ഫുൾ പോസിറ്റീവാ, നമ്മുടെ കളിക്കൊക്കെ നിൽക്കും. അവളും അതേപോലെ തന്നെയാണ്, ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് എവിടെ കൊണ്ടുപോകും അങ്ങനെ അലമ്പൊന്നുമില്ല. ഇപ്പോഴാണ് അതൊരു 1.5 വയസ്സ് വരെ അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും പോവും, ഇതാവും, വ്യത്യാസങ്ങള് ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കും, വാശി കൂടും. അപ്പൊ അത് അതിൻ്റെതായ ഒരു മാറ്റങ്ങൾ വേറെ വരും. പക്ഷെ ബാക്കി ഒക്കെ മൂപ്പര് അടിപൊളിയാണ്. നമുക്ക് എങ്ങോട്ട് കൊണ്ടുപോകാനാണെങ്കിലും അടിപൊളിയാണ്. മൂപ്പര് ഭയങ്കര ട്രാവൽ പുതിയ സോഫ്റ്റ്വെയർ ആണ്, ലേറ്റസ്റ്റ് വേർഷൻ ആണ്. പിന്നെ അവൾക്ക് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല, സോഫ്റ്റ്വെയർ ഒക്കെ ഹൈ സ്പീഡാണ്. ആയിട്ട് മൂപ്പര് ഭയങ്കര സോഷ്യലാണ്, അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഓക്കെ, അവൾക്ക് പാസ്പോർട്ട് എടുക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ ഉണ്ടായൊരു എക്സ്പീരിയൻസ്. പാസ്പോർട്ട് എടുത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ വന്നല്ലോ. അവൾക്ക് 3 months ആയപ്പോ തന്നെ നമ്മൾ പാസ്പോർട്ട് എടുക്കാൻ പോയില്ലേ. 3 months അല്ല, 6 months. 6 months പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പോയി. പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തു. അങ്ങനെ പാസ്പോർട്ടൊക്കെ കയ്യിൽ കിട്ടി. അത് ഭയങ്കര ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആയിരുന്നു. അൻസൂര് ഭയങ്കരമായിരുന്നു. അവൾക്ക് ഫസ്റ്റ് വിസ കിട്ടിയപ്പോൾ അൻസു അവളുടെ കാര്യങ്ങളാണ് ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അവളുടെ വിസ, അവളുടെ ടിക്കറ്റ്, ഇതൊക്കെയാണ് അൻസു ഫസ്റ്റ് അയച്ചത്. പിന്നെ ഞങ്ങള് ഫാമിലി വിസ അടിക്കണമല്ലോ, വിസ അടിക്കുന്നതിന്റെ പ്രൊസീജിയർ ഞാനും അഫീമയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൽ ഓരോ പ്രൊസീജിയർ കഴിയുമ്പോഴും അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഓരോ പേപ്പേഴ്സ് കിട്ടും. അതന്നെ ഞാൻ പറഞ്ഞു. അപ്പൊ അതിൽ ഓരോ അപ്രൂവ്ഡിനും ഫസ്റ്റ് ഇസാന്റെ എനിക്ക് ഫസ്റ്റ് ഇസാക്കായിരുന്നു പ്രയോറിറ്റി. ഇതിന് മുൻപ് എനിക്കായിരുന്നു, ഇപ്പൊ ഇവൾക്കാണ് ഫുൾ പ്രയോറിറ്റി. അതൊക്കെയായിരുന്നു കാര്യങ്ങൾ. ഇസാന്റെ കാത് കുത്തതിന്റെ കാര്യം പറയാൻ അൻസു അതിന് നാട്ടിലുണ്ടായില്ല. കണ്ടപ്പോ തന്നെ നമുക്ക് സങ്കടമായി. ഇത്രല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ അവൾക്ക് പാലിന്റെ ഉണ്ണി അത് പറഞ്ഞില്ലല്ലോ. നമ്മള് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു ഡെലിവറി ടൈമില് ഒരു 3 months വരെ. അതിനുശേഷം അവൾ ഇങ്ങനെ അത്യാവശ്യം പൊടുപൊടും. ഇപ്പൊ എനിക്ക് പഴയ ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോ തോന്നുന്നു ആ ഒരു ഗുണ്ടുമണിയായിരുന്നു എന്ന് കാണുമ്പോ. ഗുണ്ടുകുട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് വല്ലാണ്ടൊരു ഭയങ്കര ഡിസ്റ്റൻസ്. അപ്പൊ നമുക്കറിയില്ല അപ്പൊ പാല് പ്രോപ്പർ ആയിട്ട് കിട്ടുന്നോ ഇല്ലേ. അപ്പൊ അതിന്റെ ഇടയിൽ 3 ദിവസം ഇവന്മാര് നമ്മളിട്ട് വലിപ്പിച്ചു. പിന്നെ ICUലും കടത്തി. ഉണ്ണീനെ ഡെയിലി അവിടുന്ന് സ്റ്റെയർ കയറി ഇറങ്ങും, സ്റ്റെയർ കയറി ഇറങ്ങും, പോവും, കൊടുക്കും, വരും, പാല് കൊടുക്കും. ആ പാല് കൊടുത്ത് ഇവിടെ എത്തുമ്പോഴേക്കും വീണ്ടും കരയോള്, ലാക്ടേഷൻ കളക്കും. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഓരോ ഒരു 1 month, 2 months, 3 months എൻറ്റയർ ഡിഫറെന്റ് ആയിരിക്കും. ഫോട്ടോസിലൊക്കെ എക്സ്ട്രീം ലെവല്. ഓരോ മാസം ഓരോ ഫേസ് ആയിരിക്കും ഉണ്ടാവുക. ശരീരം പക്ഷെ ഒരു 3 months വരെ ഒരേപോലെ തന്നെ ഉണ്ടായിരുന്നത്. ആഫ്റ്റർ അവൾക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് കുറഞ്ഞിട്ട് വീണ്ടും 2.5 ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. അല്ല 2.5 പിന്നെ 2.3 ആയി. പിന്നെ മെല്ലെ റിക്കവർ ആയി വരികയാണ് ചെയ്തത്. പക്ഷെ അത്ര കൂടിയിട്ടില്ല. ആഫ്റ്റർ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അവള് മെല്ലെ ഇതാവാൻ തുടങ്ങിയത്. സാധാരണ പാല് ആണ് ഹൈ പ്രോട്ടീൻ. പക്ഷെ എന്താ പറയാ, നമുക്കും അതൊരു ഭയങ്കര ഇതായിരുന്നു. അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ. പിന്നെ കാതുകുത്ത് ടൈമില് അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. അത് ഇങ്ങനെ ഒരു ഇതുപോലെയാണ്. കാലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സൂക്ഷിച്ചിട്ടൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. മുഖത്തിലൊരു ഷേപ്പില് വ്യത്യാസം വന്നു. ഉണ്ണിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞ ടൈമിലും ഭയങ്കര മുടി ഉണ്ടായിരുന്നു.
പിന്നെ അതൊക്കെ നമ്മളൊരു 2 പ്രാവശ്യമൊക്കെ മുടിമുട്ടടി അത് കഴിഞ്ഞു. അത് ഭയങ്കര ഒരു ഉണ്ണി കരയുമ്പോഴൊക്കെ അത് ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് കണ്ട. പിന്നെ അത് അവള് വീഡിയോ ആക്കിയിട്ട് ഇൻസ്റ്റയിൽ പിന്നെ അവൾക്ക് അപ്പോഴത്തന്നെ ഗോൾഡ് ഒക്കെ എടുത്തത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ട്. അതിട്ട് കാണുമ്പോഴും കമ്മലിട്ട് കാണുമ്പോഴും ചടങ്ങ് പോലെ വലിയ കാര്യമായിട്ടൊന്നും നടത്തിയിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളത് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നമുക്ക് ഉണ്ണിയുടെ കാര്യങ്ങൾ നമുക്ക് എപ്പോഴെങ്കിലും നടത്താം. അത് ഒരു വശം. പക്ഷെ അത് നമുക്ക് വേറൊരു ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ആവരുത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. എല്ലാവർക്കും ഹാപ്പിനെസ് ഉണ്ടാവണം. അപ്പൊ അന്നാണെങ്കിൽ നമ്മുടെ കസിന്റെ ഡെലിവറി കഴിഞ്ഞ് കിടക്കണം. അപ്പൊ എല്ലാരും ഗോൾഡ് കൊണ്ടുവരും. അത് പിന്നെ ഒരു കമ്മിറ്റ്മെന്റ് ആവും. അപ്പൊ പിന്നെ അത് നമ്മളങ്ങനെ ഒരു പിന്നെ ചെയ്യാം എന്നുള്ള ഒരു രീതിയിൽ വെച്ചു. നമ്മള് ബർത്ത്ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്തത് അടിപൊളിയായിട്ട്. ശരി, ഇസാന് കൂടുതൽ സ്നേഹം വരുമ്പോ എന്താ വിളിക്കുക? കുഞ്ഞു വിളിക്കും. പപ്പച്ചീന്ന് ഇത് ആദ്യമായിട്ട് വിളിക്കാൻ തുടങ്ങിയപ്പോ അനുസരണുണ്ടായ അനുഭവം? കുഞ്ഞിന് മുഖം ആദ്യം എന്നെ മമ്മ വിളിച്ചോണ്ടിരുന്നുണ്ടായിരുന്ന ആള് പിന്നെ എന്നെ മമ്മാന്ന് ഒരിക്കലും വിളിക്കാണ്ട് ഫുള്ള് പപ്പച്ചിയായി. ഇപ്പൊ പപ്പച്ചി തന്നെയാണ്. പപ്പച്ചി ഇത് തന്നെയാണ് വിളിക്കുക. കൂടുതലും പപ്പച്ചി ഒരു വിളി തന്നെയാണ് ഉള്ളത്. ഇത് ആദ്യമായിട്ട് ഇവിടെ കാലുകുത്തിയപ്പോ ഉണ്ടായ അനുഭവം. ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ഒരു ഡ്രീം അല്ലേ നമുക്ക്. നമ്മൾ ഓരോ പ്രോസസ്സും നമ്മൾ ഒരു ഡോക്യുമെന്റ് ആയിട്ട് ഇങ്ങനെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ വിസ അപ്രൂവലായി, എല്ലാം അപ്രൂവലായി കഴിഞ്ഞ് പിന്നെ ടിക്കറ്റ് എടുക്കുക എന്നുള്ളൊരു ഇതായിരുന്നു. ടിക്കറ്റ് എടുത്തു. പിന്നെ ബർത്ത്ഡേ ഇവിടെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് നമ്മൾ അടിപൊളിയായിട്ട് ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അത്യാവശ്യം നമ്മുടെ കൊളീഗ്സും ഫാമിലി ഉണ്ടായിരുന്നു. ഓഫീസിൽ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. ഇതൊക്കെ ഒരു വല്ലാത്തൊരു മെമ്മറീസ് ആണ്. അപ്പൊ അത് ഭയങ്കര ഹാപ്പിനെസ് ആണ് നമുക്ക് ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല. ഇസാക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഇതാണ് സത്യം പറഞ്ഞാൽ. അത് നല്ല രസമായിട്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റി എന്നുള്ളതാണ് അതിന്റെ ഒരു വലിയൊരു ഫാക്ട്. ആസ് എ ഫാദർ അത് എൻജോയ് ചെയ്യുന്നുണ്ടോ? ഫാദർ എന്നുള്ള ഒരു സംഭവം എൻജോയ് ചെയ്യില്ല. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു ഉറക്കമില്ലാത്ത ജേണി? നിനക്ക് തോന്നുമ്പോ നീ എന്നാലും ചെറിയ രീതിക്കൊക്കെ ഉണ്ടാവില്ലേ? എന്നാലും ചെറിയ രീതിക്ക് അതൊക്കെ ഇതിന്റെയൊക്കെ ഒരു ഭാഗമാണെന്ന് ഇപ്പൊ മനസ്സിലാവാൻ തുടങ്ങി. നമ്മളെ നമ്മുടെ പാരന്റ്സ് എങ്ങനെയാണ് കഷ്ടപ്പെട്ട് ഇതുവരെ വളർത്തിണ്ടാക്കി എന്നുള്ളത് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. അതൊക്കെയാണ് വേറൊരു കാര്യം എന്ന് പറയണത്. പിന്നെ ഇപ്പൊ അവളുടെ വളർച്ച ഇങ്ങനെ കാണുമ്പോ ഉണ്ടാവുന്ന ഒരു ഇതെന്താ ഹൻസോന്? അതന്നെ ഇനിയിപ്പോ ഒരു 3 മാസം കൊണ്ട് കഴിഞ്ഞാൽ 2 വയസ്സാവെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? 2 വയസ്സായ നമ്മൾ എന്ത് നിർത്തും? അത് നിർത്തും. കളി കള്ള വിളിക്കുന്ന കള്ള. അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. ഇത്രയും നല്ലൊരു ബേബീനെ തന്നതിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രഗിളുകൾ സഹിച്ചതിന് എന്താണ് മമ്മച്ചിയോട് പപ്പച്ചിക്ക് പറയാനുള്ളത്? ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. എന്നാലും സന്തോഷം. ഒറ്റ വാക്കിലൊന്ന് ഒതുക്കാണ്ടൊന്ന് പറയോ? ക്രിഞ്ച്. അൻസി ഇടയ്ക്ക് പറയും താങ്ക് യു ഫോർ ഗിവിംഗ് ദിസ് ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ ഏഞ്ചൽ മമ്മ എന്നൊക്കെ പറയാറുണ്ട്. അതാണ് അൻസു എന്നോട് പറയാറുള്ളത്. പക്ഷെ എൻ്റെ അടുത്ത് ഇനി മറ്റേ പൃഥ്വിരാജ് ചോദിച്ച പോലെ ഇനി ആ സ്ഥലത്തേക്ക് ഒന്നും പോകാൻ ആഗ്രഹം ഞാൻ പറയും ഇല്ല. എനിക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളുടെ നോർമൽ ഡെലിവറി അവൾക്ക് ഫീൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ബാക്കിയുള്ളവരുടെ നോർമൽ ഡെലിവറി ഒക്കെ ലൈവായിരുന്നു കണ്ട്.
അത് സത്യം പറഞ്ഞത്. അതോട് കൂടിയിട്ട് നോർമൽ ഡെലിവറിനെ കുറിച്ചുള്ള ധാരണ ഇപ്പൊ അഖിൽമാരാണല്ലോ ഫുള്ളും പ്രസവം എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതോട് കൂടിയിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. നോർമൽ ആണെങ്കിലും സി സെക്ഷൻ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ സ്വർഗം കാണും. സ്വർഗം നരകം ഒക്കെ കാണും. അതാണ് ഉണ്ടാവുക. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വേദനകളും ചെയ്തല്ലോ. അതായത് ഫസ്റ്റ് ഈ വേദന അനുഭവിച്ചു, അത് കഴിഞ്ഞിട്ട് മറ്റേ വേദന എന്ന് പറഞ്ഞാലും അത്യാവശ്യം നല്ല വേദന തന്നെയാണ്, ജീവൻ പോണ തന്നെയാണ്. കാരണം നമ്മൾ ആ സി സെക്ഷൻ കഴിഞ്ഞിട്ട് താഴേക്ക് കാലങ്ങടെ വെപ്പിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും മരിച്ചു എന്ന് തന്നെ വിചാരിക്കും. അത് അനുഭവിച്ചറിയുന്നെ വേണം. പിന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ബാക്ക് പെയിനും കാര്യങ്ങളും അതൊക്കെ ഉണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, ഒക്കെയാണ് എല്ലാം കൊണ്ടും. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഡെലിവറിയുടെ കാര്യങ്ങൾ, ഫുൾ ഡെലിവറിയുടെ സംഭവങ്ങൾ. അങ്ങനെയാണ് നമുക്കിതാ ഈ മുതലിനെ കിട്ടിയത്. ഇങ്ങനെ നമ്മൾ ഈ മുതലിനെ ഇങ്ങനെ ആക്കി ഈ മുതലിനെ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തു, വളർത്തി. വിശ്വസിക്കാൻ പറ്റണില്ല ഇതൊന്നും. അപ്പൊ നമ്മളിനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനല്. നമ്മുടെ ചാനൽ വളർത്തി കൊണ്ടുവരണം, എനിക്ക് അതാണ് എൻ്റെ ആഗ്രഹം. അപ്പം നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കണം. അതെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇതാ